ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ. അറ്റൻഡൻസ് പറയുമെന്ന്. അക്ഷയ്, Present, sir. അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, Present, sir. ഡൊമിനിക്, Present, sir. ഷീസ്, Present, sir. ആദിൽ, റോഷി, Present, sir. Present, sir. ഷാരോൺ, ഷാരോൺ, വിഷ്ണു പ്രകാശ്, Present, sir. വിഷ്ണു, വൈഷ്ണവ്, Present, sir. ഓക്കെ ഓക്കെ. വെൽ, നമ്മള് ഫോർത്ത് മൊഡ്യൂള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഫോർത്ത് മൊഡ്യൂളിന്റെ ഏകദേശം നമ്മൾ ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് നമ്മുടെ റൈറ്റ്സ് ആയിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? IPR പറ്റിയിട്ടല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് IPR എന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് വൈ ഷുഡ് ബി പ്രൊട്ടക്ട് IPR? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് IPR പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ IPR പ്രൊട്ടക്ട് ചെയ്യേണ്ട നെസസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു? ദ ബേസിക് എലമെന്റ്സ് ഓഫ് IPR ആണ്. IPRന്റെ ബേസിക് സെൻട്രൽ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ട്രേഡ് മാർക്കായിരുന്നു. ട്രേഡ് മാർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിന്റെ ബാക്കിയുള്ള സെഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. പാറ്റന്റ്സ്. സോ ഐ തിങ്ക് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ഈ ഒരു വേർഡ് അല്ലെ? പാറ്റന്റ് അല്ലെങ്കിൽ പാറ്റന്റ്ഷിപ്പ് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. സോ പാറ്റന്റ് ഈസ് എൻ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഗ്രാൻഡഡ് ഫോർ എൻ ഇൻവെൻഷൻ. ഓക്കെ. അതായത് നമ്മളിപ്പം ഏതൊരു വ്യക്തി എന്തൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എന്തൊരു ഇൻവെൻഷൻ കൊണ്ടുവന്നാലും അതിന് നമ്മുടെ ഗവൺമെന്റ് ഗ്രാൻഡ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ് പാറ്റന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്താ പറയുക, നമ്മളിപ്പം ഒരാളിപ്പം എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സാധനത്തിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് പവർ എന്ന് പറയുന്ന ആർക്കാണ്? ആ ഒരു വ്യക്തിക്കാണ് അല്ലെ? സോ ആ ഒരു പവർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാറ്റന്റ്ഷിപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ പാറ്റന്റ് എന്ന് സിംപ്ലി മീൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് ദി പാറ്റന്റ് ഓണേഴ്സ് വിത്ത് പ്രൊട്ടക്ഷൻ ജനറലി ഫോർ എ പീരീഡ് ഓഫ് 20 years. ഓക്കെ. അതായത് നമ്മുടെ ഈ പാറ്റന്റ്ഷിപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്? 20 years. നെക്സ്റ്റ് 20 years അത് എന്താണ്? ആ ഒരു പാറ്റന്റ്ഷിപ്പ് വാലിഡ് ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ വാലിഡ് ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. എത്രയാണ് അതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയും. നമ്മൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 years എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്കാണ് അതിന്റെ പാറ്റന്റ്ഷിപ്പ് ഓണർ എന്ന് പറയുന്നത്. സോ അതാണ് അതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താ? വിത്ത് ദി പാറ്റന്റ് റൈറ്റ്സ് one can access any material reward for their marketable innovations. Once the patent protection is granted, the innovation cannot be commercially made, used or distributed or sold without the patent owner's consent. Okay. So patent മനസ്സിലായി? നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ആരെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ടുപിടുത്തത്തിന്റെ കംപ്ലീറ്റ് ഓണർ അല്ലെ, അത് പുള്ളിയാണല്ലോ അത് കണ്ടുപിടിച്ചത് അല്ലെ? അപ്പൊ അതിന്റെ കംപ്ലീറ്റ് അധികാരം ആർക്കാണ്? ആ ഒരു സാധനത്തിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കാണ് അല്ലെ? സോ ആ ഒരു റൈറ്റ് നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് കൊടുക്കുക, നമ്മളെ ഗവൺമെന്റ് അതൊന്ന് ഗ്രാൻഡഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാറ്റന്റ്ഷിപ്പ് എന്ന് പറയുന്നത്, ഓർ പാറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു പാറ്റന്റ്ഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് കമേഴ്ഷ്യലി മെയ്ഡ് ചെയ്യാനോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ. ഒരാളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഒരു ഓണർഷിപ്പിലുള്ള ആളില്ലേ, ആ ഒരു പുള്ളിയുടെ കൺസെന്റ് നമുക്ക് വേണം അല്ലെ? സോ ആ പുള്ളിയുടെ കൺസെന്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് കമേഴ്ഷ്യലി നമുക്ക് പിന്നീട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല.
ഓക്കെ, ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് നമ്മുടെ പാറ്റന്റ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ, കോഡ് പ്രൊവൈഡ്സ് എ ലീഗൽ സേഫ്റ്റി ഫോർ ദീസ് പാറ്റന്റ് റൈറ്റ്സ്. Conversely, if a third party challenges the invention and is successful, the court can declare the patent invalid. Okay, so അവിടെ എന്താ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കോർട്ട് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാറ്റന്റ്ഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു പാറ്റന്റ് റൈറ്റ്സിന് ഒരു ലീഗൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോർട്ട് അല്ലെ. ആൻഡ് സംടൈംസ് എന്ത് ചെയ്യാം, ഇപ്പം ഒരാൾ കണ്ടുപിടിച്ചാൽ ഒരാൾ നടത്തിയിട്ടുള്ള ഇൻവെൻഷൻ തന്നെ വേറെ ഒരാളും അതേ രീതിയിൽ ഒരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പുള്ളി എന്ത് ചെയ്യും, നമ്മുടെ കോർട്ടിൽ വരും അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻവെൻഷനെ ചിലപ്പോൾ ചാലഞ്ച് ചെയ്യാം. അതായത് രണ്ടുപേരും ഒരേ സെയിം ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ആൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഓൾറെഡി ഇല്ല ആളെ ചിലപ്പോൾ ചാലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ടിൽ ഒരു കേസായിട്ട് ഫയൽ ചെയ്യാം അല്ലെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇഫ് തേർഡ് പാർട്ടി ചാലഞ്ചസ് ദ ഇൻവെൻഷൻ, ഒരാൾ നടത്തിയിട്ടുള്ള ഇൻവെൻഷനാ വേറൊരു വ്യക്തി മൂന്നാമതൊരു തേർഡ് പാർട്ടി വന്നിട്ട് അത് ചാലഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ കോർട്ടിൽ അത് കേസായിട്ട് മാറും. ഇനി ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ച് സക്സസ്ഫുൾ ആവുന്നതാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ പാറ്റന്റ് എന്തായിട്ട് മാറും, ഇൻവാലിഡ് ആയിട്ട് മാറും. ഓക്കെ, ഒരാൾ നടത്തിയിട്ടുള്ള ഇൻവെൻഷനെതിരെ മൂന്നാമതൊരാൾ വന്നിട്ട് ചാലഞ്ച് ചെയ്താൽ ആ ചാലഞ്ച് സക്സസ് ആവുകയാണെങ്കിൽ, അതായത് ആ കേസ് സക്സസ് ആവുകയാണെങ്കിൽ ഈ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള പാറ്റന്റ്ഷിപ്പ് ഉണ്ട് അല്ലെ, അതെന്തായിട്ട് മാറുന്നതാണ് പറയുന്നത്, ഇൻവാലിഡ് ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. സോ അത്രയാണ് ബ്രീഫായിട്ട് പാറ്റന്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ ഐ വിൽ റിപ്പീറ്റ്. പാറ്റന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് റൈറ്റ് ആണ് പാറ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 20 years ആണ്. ആൻഡ് പിന്നെ എന്താണ്, നമ്മുടെ ഒരു പാറ്റന്റ്ഷിപ്പ് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾക്ക് കമേഴ്ഷ്യലി യൂസ് ചെയ്യാനോ മെയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു ഓണറിന്റെ കൺസെന്റ് നമുക്ക് വേണം. അയാളുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് ആക്ച്വലി പാറ്റന്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താ പറഞ്ഞിട്ടില്ലേ, പാറ്റന്റിന് എപ്പോഴും എന്തുണ്ടാവും, ഒരു ലീഗൽ സേഫ്റ്റി നമ്മുടെ കോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഓൾറെഡി നടത്തിയിട്ടുള്ള ഒരു ഇൻവെൻഷന് വേറൊരു വ്യക്തി വന്നിട്ട് ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു തേർഡ് പാർട്ടി ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ആ ചാലഞ്ച് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള പാറ്റന്റ്ഷിപ്പ് എന്തായിട്ട് മാറും, ഇൻവാലിഡ് ആയിട്ട് പോകും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാറ്റന്റ്സ്. നമ്മുടെ IPRന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ മറ്റൊരു എലമെന്റ് ആണ് നമ്മുടെ പാറ്റന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പാറ്റന്റ്ഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, പാറ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേർഡ് കേട്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് പാറ്റന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ട്രേഡ് സീക്രട്ട്. സോ ഐ തിങ്ക് ട്രേഡ് സീക്രട്ട് നമ്മൾ മുന്നേ പല ടോപ്പിക്സിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് എ ട്രേഡ് സീക്രട്ട് ഈസ് ദ ഇൻഫർമേഷൻ വിച്ച് ഈസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആസ് എ സീക്രട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എന്താണ്, ചില കമ്പനികൾ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ചില ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ചില ഇൻവെൻഷൻസ് നടത്താറുണ്ട് അല്ലെ. അതായത് അവരുടേതായിട്ടുള്ള ചിലപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സെർട്ടൻ മെത്തേഡ്സ് അല്ലെങ്കിൽ സെർട്ടൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടേതായിട്ട് രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പല പ്രൊസീജിയേഴ്സ് മെത്തേഡ്സ് ഉണ്ടാവും അവർക്ക്. അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിലെ പല കാര്യങ്ങളും അവർ ഇൻവെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന്, അതായത് അത് നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഒരു കമ്പനി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പൊ അത് ആ കമ്പനിയുടെ ഉള്ളിൽ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന്, ആ ഒരു തിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. സോ അതാണ് പറഞ്ഞത്, എ ട്രേഡ് സീക്രട്ട് ഈസ് എ ഇൻഫർമേഷൻ വിച്ച് ഈസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആസ് എ സീക്രട്ട്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കമ്പനീന്റെ കേസ് തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനി എന്തുണ്ട് ചെയ്തിട്ടുണ്ടാവും, ആ കമ്പനീൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ അത് തന്നെയാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ എന്താ, ദിസ് ഇൻഫർമേഷൻ ഈസ് നോട്ട് ആക്സസ്ഡ് ബൈ എനി അതർ ദാൻ ദി ഓണർ ആൻഡ് ദിസ് ഗിവ്സ് എ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് ഓവർ ദി കോമ്പറ്റീറ്റർ.
അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള ഈ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ അതിന്റെ ഓണർ ഉണ്ടാവും അല്ലെ. ഏതൊരു കമ്പനി ആയാലും അതിന്റെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിന്റെ ഓണർ ഉണ്ടാവും. അപ്പൊ ആ ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡ് സീക്രട്ട് ആക്സസിബിൾ ആയിട്ട് വരുള്ളൂ. വേറെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്ന കാര്യം. അതായത് ഒരു ലീഗൽ പ്രൊട്ടക്ഷനും ഇതിന് കൊടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഓണറിന്റെ കൺസെന്റ് ഇല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡ് സീക്രട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടില്ലേ? ദ ട്രേഡ് സീക്രട്ട് മേ ബി ഫോർമുല, പ്രോഗ്രാംസ് ഓർ മെത്തേഡ്സ് ഓർ പ്രോസസ്സസ് ഓർ ടെസ്റ്റ് റിസൾട്ട്സ് ഓർ ഡാറ്റ കളക്ടഡ്. അതായത് എന്ത് വേണമെങ്കിലും ആവാം ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് ആവാം, ഒരു പ്രോസസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ആവാം, ഒരു പെർട്ടിക്കുലർ ഫോർമുല ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. എന്താണ് ഒരു പെർട്ടിക്കുലർ കമ്പനി അവരുടേതായിട്ടുള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം, അതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് എപ്പോഴും എന്തുണ്ടാവും? ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ്, ആ ലീഗൽ പ്രൊട്ടക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആ ഒരു ഓണർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മറ്റുള്ള വേറൊരു ആർക്കും, ആ കമ്പനിയിലെ ഒരു എംപ്ലോയിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഓണറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും നമുക്ക് IPR അണ്ടറിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഒരു ബേസിക് എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ട്രേഡ് സീക്രട്ട്. പിന്നെയുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്. സോ ഇൻഡസ്ട്രിയൽ ഡിസൈൻസും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ആർ വാട്ട് മേക്സ് ആൻ ആർട്ടിക്കിൾ അട്രാക്റ്റീവ് ആൻഡ് അപ്പീലിംഗ് ആൻഡ് ആഡ് കമേഴ്ഷ്യൽ വാല്യൂ ടു ദി പ്രൊഡക്റ്റ്. അതായത് നമ്മളിപ്പം ഒരു കമ്പനി നമ്മൾ എടുക്കാം. അതായത് എന്താ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ചിലപ്പോൾ കൊടുക്കും അല്ലെ. അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്, കാർ കമ്പനീസിന്റെ കേസ് എടുക്കാം. പല കമ്പനീന്റെ കാർ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. പല കമ്പനീസിന്റെ കാർ ഉണ്ട് നമുക്കറിയാം. അപ്പൊ ഓരോ കാർ എടുത്ത് നോക്കിയാലും ഓരോ കാറിനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ എലമെന്റ് ഉണ്ടാവും. അതായത് ആ ഒരു പെർട്ടിക്കുലർ കമ്പനീൻ്റെതാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഡിസൈനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഓരോ കാറിനും നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഞങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ആ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും, ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കറ്റിലേക്ക് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. രൂപകൽപ്പന എന്നെല്ലാം പറയില്ലേ, അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവും അതുപോലെ തന്നെ എൻഹാൻസിങ്ങും ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനീസ് എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും ആ ഒരു പ്രൊഡക്റ്റിന്. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കുറച്ചുകൂടെ മാർക്കറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു എക്സ്ട്രാ തിങ്ങിനെയാണ് നമ്മൾ ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എന്താ, ദ ഓണർഷിപ്പ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ പ്രൊട്ടക്ട്സ് ഇറ്റ് ഫ്രം എനി ഡ്യൂപ്ലിക്കേഷൻ. ദിസ് ഫർദർ ഇൻക്രീസസ് മാർക്കറ്റബിലിറ്റി. Duplication will definitely mislead consumers and might also lead to the defamation of the original product. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താന്ന് മനസ്സിലായ? ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഓരോ കമ്പനിയെ നോക്കിയാലും മനസ്സിലാവും. അവരുടേതായിട്ടുള്ള സെർട്ടൈൻ ഡിസൈൻസ് ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായിരുന്നത് അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം? കാർ തന്നെ എടുക്കണ്ട, വേറെ എന്തായാലും എടുക്കാം. പല രീതിയിലും നമുക്കത് പറയാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട്. ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ക്ലിയർ ആയോ? അത് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ.
മനസ്സിലായില്ലേ സംഭവം? ആ ഒരു ഏതൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെയും ഒരു മാർക്കറ്റ് പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കൊമേഴ്ഷ്യലി കുറച്ചുകൂടി ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ കമ്പനിയും ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കൊടുക്കും. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ അതിന് പ്രൊവൈഡ് ചെയ്യും, കുറച്ചുകൂടി അതിനൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ കമ്പനിക്ക് മാത്രമായിരിക്കും അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. വേറൊരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കമ്പനി അവരുടേതായിട്ടുള്ള രീതിയിലാണ് അത് ഡെവലപ്പ് ചെയ്ത്, അവരുടേതായിട്ടുള്ള രീതിയിൽ കൊടുത്തൊരു ഡിസൈൻ ആണ് അല്ലെ. സോ അത് മറ്റാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ്, ആ കമ്പനിക്കാണ് അതിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യം. ആൻഡ് ഫൈനലി നമ്മൾക്കുള്ള മറ്റൊന്നാണ് കോപ്പി റൈറ്റ്. കോപ്പി റൈറ്റ് ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും എന്തായിരിക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ കോപ്പി റൈറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ ആർട്ടിസ്റ്റിക് ഫീൽഡിൽ, നമ്മുടെ കലാപരമായിട്ടുള്ള മേഖല, കലാമേഖലയിൽ, സോ ആ ഒരു ആർട്ടിസ്റ്റിക് ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ആക്ച്വലി കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചർ, സാഹിത്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ, സോ അതുപോലെയുള്ള മേഖലകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ റൈറ്റ് ആണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. The copyright is a specific and exclusive right describing rights given to creators for their literary and artistic work. Okay, ആ ഒരു ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഓണർഷിപ്പ് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലെ, സിനിമേന്റെ എല്ലാം കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും കോപ്പി റൈറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ മ്യൂസിക്കിന്റെ ഒക്കെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ എന്താണ് അവിടെ പറയുന്നത്? ദിസ് പ്രൊട്ടക്ട്സ് ലിറ്റററി മെറ്റീരിയൽ, ആസ്തറ്റിക് മെറ്റീരിയൽ, മ്യൂസിക്, ഫിലിം, സൗണ്ട് റെക്കോർഡിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ, മൾട്ടിമീഡിയ, പെയിന്റിംഗ്, സ്കൾപ്ചേഴ്സ് എക്സെട്ര. ഓക്കെ, അതായത് നമ്മുടെ കലാമേഖലയും അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററേച്ചർ ഫീൽഡിലും ആ ഒരു ഫീൽഡിലുള്ള ക്രിയേഷൻസിന് വേണ്ടിയിട്ട്, ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മ്യൂസിക്, ഫിലിംസ്, നമ്മുടെ പല രീതിയിലുള്ള പെയിന്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, സോഫ്റ്റ്വെയർസ്, സ്കൾപ്ചേഴ്സ്, അല്ലെങ്കിൽ ലിറ്റററി പീസസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓണർഷിപ്പാണ് നമ്മുടെ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ, there is no need for registration and no need to seek lawyers help for settlement. The life of the copyright protection is the life of the inventor or author plus 50 years. അത് നിങ്ങൾ ശ്രദ്ധിച്ച, അതായത് നമ്മുടെ കോപ്പി റൈറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ഇപ്പം ഇൻവെന്റർ ഇത് കണ്ടുപിടിച്ച ഒരു സ്റ്റാർട്ടിങ് സമയം, ഇൻവെന്റർ കണ്ടുപിടിച്ച സമയം അല്ലെ, ആ ഒരു ടൈം മുതൽ എന്താണ് ആ ഇൻവെന്റർ പ്ലസ് 50 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഇൻവെന്റർ മരിച്ചുപോയി കഴിഞ്ഞാലും നെക്സ്റ്റ് 50 ഇയേഴ്സ് വരെ ഈ ഒരു കോപ്പി റൈറ്റ് വാലിഡ് ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. ദ ലൈഫ് ഓഫ് ദി കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ ഈസ് ദ ലൈഫ് ഓഫ് ദ ഇൻവെന്റർ പ്ലസ് 50 ഇയേഴ്സ്. അയാളുടെ കാലശേഷം പിന്നീടും 50 ഇയേഴ്സിലേക്ക് എന്താണ് ഈ കോപ്പി റൈറ്റ് വാലിഡ് ആയിട്ട് ഉണ്ടാവുന്നതാണ് പറയുന്നത്. സോ അത്രയും റെലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് നമ്മുടെ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ക്ലിയർ ആയോ? കോപ്പി റൈറ്റ് കേട്ടിട്ടില്ലേ? കോപ്പി റൈറ്റിനെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സോ ദാറ്റ് ഈസ് കോപ്പി റൈറ്റ്. പിന്നെന്താ ഇവിടെ പറഞ്ഞിട്ടില്ലേ? കോപ്പി റൈറ്റ്സ് ആർ ഇഫക്റ്റീവ് ഇൻ preventing others from copying or reproducing or storing the work, publishing and selling the copies, performing the work in public commercially, to make film, to make translation of the work, to make any adoption of the work. അതായത് കോപ്പി റൈറ്റ് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കൊണ്ടുള്ള നമുക്ക് യൂസേജ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടില്ലേ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ മറ്റാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സാധനം ആക്സസ് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാനോ അല്ലെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല വേറൊരാൾക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ കോപ്പീസ് പബ്ലിക്കായിട്ട് സെല് ചെയ്യാൻ പറ്റില്ല, അത് പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണിപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്കിന്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മ്യൂസിക്കിന്റെ കേസിന് എടുത്താൽ മതി. ഇപ്പൊ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കമ്പോസർ ഉണ്ടാവും അല്ലെ, അപ്പൊ ആ കമ്പോസർക്കാണ് അതിന്റെ കോപ്പി റൈറ്റ് പോവുക. അപ്പൊ നമുക്കത് എന്തെങ്കിലും ഒരു പർപ്പസിന്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മ്യൂസിക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ കോപ്പി റൈറ്റ് ഇല്ല ആളുടെ കൺസെന്റ് വേണം അല്ലെ, എങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും, അത് കോപ്പി റൈറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു കോർട്ടിൽ പോകുന്ന ഒരു കേസ് ആയിട്ട് മാറുന്ന ചാൻസ് ഉണ്ട്. സോ അതാണ് കോപ്പി റൈറ്റിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയായാലും നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, IPR എന്ന് പറയുന്ന ഒരു കാര്യം.
ക്ലിയർ ആയിട്ടില്ലേ? IPROന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, പിന്നെ എന്താ? പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നൊരു കാര്യം, ഇത് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സിലബസിൽ ഈ IPRന്റെ കൂടെ തന്നെ ഡിസ്ക്രിമിനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഇത് ഓൾറെഡി ഡിസ്ക്രിമിനേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ല തന്നെയാണ്. നമ്മുടെ എംപ്ലോയി റൈറ്റും അല്ലെ പ്രൊഫഷണൽ റൈറ്റും ഒക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ സിലബസിൽ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഡിസ്ക്രിമിനേഷൻ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് മോറലി അൺജസ്റ്റിഫൈഡ് ട്രീറ്റ്മെന്റ് ഓഫ് പീപ്പിൾ ഓൺ ആർബിട്രറി ഓർ ഇറലവന്റ് ഗ്രൗണ്ട്സ്. ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ഒരു ഡെഫിനിഷൻ ആയിട്ട് അത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇപ്പം മെയിൻ ആയിട്ടും ഈക്വാലിറ്റിന്റെ ബേസിസിലാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എറൈസ് ചെയ്ത് വരുന്നത് അല്ലെ. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഈക്വാലിറ്റി പ്രോബ്ലംസ് വരുന്ന സമയത്താണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്ന ഒരു ഫാക്ടർ വരുന്നത്. അതായത് ഇപ്പം എന്തിന്റെ പേരിലൊക്കെ ആവാം, ഒന്നുകിൽ അത് കാസ്റ്റിന്റെ പേരിലാകാം, അല്ലെങ്കിൽ സെക്ഷലി ആവാം, അല്ലെങ്കിൽ റിലീജിയൻ വൈസ് ആവാം, അല്ലെങ്കിൽ ക്രീഡ് എന്ന് വെച്ചാൽ വിശ്വാസം അതിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ലാംഗ്വേജ് വൈസ് ആകാം. ഇങ്ങനെ എന്തിന്റെ പേരിലാണെങ്കിലും എന്തുണ്ടാവാം, ഡിസ്ക്രിമിനേഷൻ വരാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പവറിന്റെ ബേസിസിൽ ഹയർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ ലോവർ കാറ്റഗറിയിലുള്ള ആൾക്കാരോട് ഒരു അൺജസ്റ്റിഫൈഡ് മാനറിൽ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മോറലി റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാർ താഴെയുള്ള ആൾക്കാരെ മോറലി റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇൻമോറൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അൺജസ്റ്റിഫൈഡ് ട്രീറ്റ്മെന്റ്, അതായത് ഹയർ അതോറിറ്റിന്റെ ഭാഗത്തു നിന്നും ലോവർ പീപ്പിളിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ എന്തിന്റെ ബേസിസിലും ആവാം, കാസ്റ്റിന്റെയും സെക്സിന്റെയും റിലീജിയൻ ആയാലും ലാംഗ്വേജിന്റെ ആയാലും എന്തിന്റെ ബേസിസിലും അങ്ങനെ ഒരു അൺജസ്റ്റിഫൈഡ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ എന്ത് വിളിക്കാൻ പറ്റും? ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ വിച്ച് മീൻസ് എ മോറലി അൺജസ്റ്റിഫൈഡ് ട്രീറ്റ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ദി വർക്ക് പ്ലേസ് ഈസ് ഡാമേജിങ് ടു ദി ഹ്യൂമൻ ഡിഗ്നിറ്റി. ഓക്കെ, സോ അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് സിലബസിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഇല്ലേ. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യം. ചിലപ്പോൾ മാത്രമേ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. എന്താണ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ ആ വേർഡ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനേ ചോദിക്കുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയായാലും നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4th മൊഡ്യൂൾ ഈസ് ഓവർ. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയിനാ 4th മൊഡ്യൂൾ? 4th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് 2 സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ദ ഫസ്റ്റ് സെഷൻ ഈസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ദി സെക്കൻഡ് സെക്ഷൻ ഈസ് റൈറ്റ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലേ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആസ് ആൻ എഞ്ചിനീയർ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത് അല്ലേ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയോട് നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസിന്റെ കാറ്റഗറിയിൽ നമ്മൾ മെൻഷൻ ചെയ്യും അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? മെയിൻ ആയിട്ടും 4 ഇന്റേണൽ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ദ ഫസ്റ്റ് വൺ ഈസ് കൊളീഗിയാലിറ്റി, സെക്കൻഡ് വൺ ഈസ് ലോയൽറ്റി, തേർഡ് വൺ ഈസ് റെസ്പെക്ട് ഫോർ അതോറിറ്റി, ആൻഡ് ഫോർത്ത് വൺ ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ്. അത്രയായാലും നമ്മുടെ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ആയി അല്ലെ. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു. എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിനോട്, അതായത് ആസ് ആൻ എഞ്ചിനീയർ, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് പബ്ലിക്കിനോടുള്ള, നിങ്ങളുടെ ഔട്ട്സൈഡ് വേൾഡിനോടുള്ള റെസ്പോൺസിബിലിറ്റീസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും 3 ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ദി ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി, സെക്കൻഡ് വൺ ഈസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, തേർഡ് വൺ ഈസ് ഒക്യുപ്പേഷണൽ ക്രൈം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എഴുതി നോക്കിയേ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള റൈറ്റ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് നമ്മൾ പറഞ്ഞത്.
അപ്പൊ റൈറ്റ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് എത്തിയാൽ നോക്കിയാൽ അവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയുള്ളത്? മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് റൈറ്റ് ആണ് പഠിക്കാനുള്ളത്. വൺ ഈസ് പ്രൊഫഷണൽ റൈറ്റ്, ദെൻ എംപ്ലോയി റൈറ്റ്സ്, ദെൻ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ. അത് മൂന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ അതിനുശേഷം ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടും ജസ്റ്റ് മെൻഷൻ ചെയ്തു. അപ്പൊ അത്രയും ആയാലാണ് നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ക്ലിയർ ആയിനാ 4th മൊഡ്യൂൾ? വേറെ എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആയോ? എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? ഐ തിങ്ക് സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, സോ ഡൗട്ട് ഒന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെ ടോപ്പിക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ 5th മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ചുകൂടെ ടൈം ഇല്ലേ? സോ നമുക്ക് 5th മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു വെക്കാം. ഓക്കെ ഓക്കെ അല്ലേ? പറഞ്ഞൂടെ? ഓക്കെ, ജസ്റ്റ് ഇൻട്രോ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് 5th മൊഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. ഇതും കൂടെ ആയാലും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫൈനൽ മൊഡ്യൂൾ ആണ് നമ്മുടെ 5th മൊഡ്യൂൾ. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ നമ്മുടെ 5th മൊഡ്യൂൾ ഈസ് ഗ്ലോബൽ ഇഷ്യൂസ്. സോ അതാണ് ഗ്ലോബൽ ഇഷ്യൂസ് ആണ് നമ്മുടെ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ കവറപ്പ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, സെക്കൻഡ് വൺ environmental ethics, then business ethics, then computer ethics, role of computers in technological development, engineers as managers, consulting engineers, engineers as expert witnesses and advisors, and finally moral leadership. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ വി ഹാവ് ടു കവർ അപ്പ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, സോ ഐ തിങ്ക് ബിഫോർ ഡയറക്ട്ലി ഗെറ്റിംഗ് ഇൻ ടു ദ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആദ്യം എന്താണ് ഗ്ലോബൽ ഇഷ്യൂ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഗ്ലോബൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? എനി ഇഷ്യൂ ദാറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ദി entire global community is known as global issue. ഓക്കെ, അതായത് എന്ത് ഇഷ്യൂ ആവാം അല്ലെ, നമ്മുടെ എൻറ്റയർ കമ്മ്യൂണിറ്റീനെ, നമ്മുടെ എൻറ്റയർ വേൾഡിനെ എഫക്ട് ചെയ്യുന്ന ഏതൊരു ഇഷ്യൂനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിപ്പോ എന്ത് വേണമെങ്കിലും ആവാം. എയ്തർ ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്കണോമിക്കലി വൈസ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഏത് രീതിയിലും ആവാം. എനി ഇഷ്യൂസ് that affect the entire global community can be considered as a global issue. നമ്മുടെ entire വേൾഡിനെ അല്ലെങ്കിൽ entire പബ്ലിക് പീപ്പിളിനെ, entire കമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഏതൊരു ഇഷ്യൂനെയും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? നമുക്കൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഗ്ലോബൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി ഗ്ലോബൽ ഇഷ്യൂവിനെ പറ്റി പറയുമ്പം നമ്മൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ടോപ്പിക്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. സോ ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ഗ്ലോബലൈസേഷൻ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ചെറുതിൽ തൊട്ടേ നമ്മൾ ഫെമിലിയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു വേർഡാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഇത് ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത്? ഗ്ലോബലൈസേഷൻ മീൻസ് ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ത്രൂ കൊമേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കൾച്ചർ. നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അതായത് കംപ്ലീറ്റ് എൻറ്റയർ വേൾഡിനെ, മൊത്തത്തിലുള്ള രാജ്യങ്ങളെ ഒരു സിംഗിൾ ഇതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. എൻറ്റയർ കൺട്രീസിനെ, നമ്മുടെ ലോകത്തിലുള്ള എൻറ്റയർ കൺട്രീസും
ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ എങ്ങനെയൊക്കെ ആവാം, ത്രൂ കൊമേഴ്സ് ആവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കൾച്ചർ. അതായത് പല രാജ്യങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസ് ഒരു ഇതിലേക്ക് വരും, ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് വരും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ കൊമേഴ്ഷ്യലി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കും. അതുപോലെ തന്നെ നമുക്കറിയുന്ന ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ കൾച്ചറും ഒക്കെ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. കാരണം ഓരോ കൺട്രി എന്ന് പറയുമ്പം ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള കൾച്ചറും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കമേഴ്സും ടെക്നോളജി ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസ് ഒരു സിംഗിൾ ഫ്രെയിമിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ആ ഒരു ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then in a way it includes acting together and interacting economies through trade, investment, loan, development schemes and capital across countries. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കുറെ രാജ്യങ്ങൾ ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ഒരു കൺട്രീന്റെ കാര്യം മറ്റേ കൺട്രിയിലേക്കും അതുപോലെ വൈസ് വേഴ്സ എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസ്ഫർ നടക്കും. എല്ലാ ഫീൽഡിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then this interdependence has increased the complex tensions and ruptures among the nations. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാ രാജ്യങ്ങളും അല്ലെ എല്ലാ കൺട്രീസും കൂടെ ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് വരുന്ന പ്രോസസ്, ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. പക്ഷെ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് അല്ലെ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താ ഇവിടെ പറഞ്ഞിട്ടില്ലേ, ദിസ് ഇന്റർഡിപെൻഡൻസ് ഹാസ് increased the complex tensions and ruptures among the nations. ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർഡിപെൻഡൻസ് മീൻ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രീസ് തമ്മിൽ ഒരു ഇന്റർഡിപെൻഡൻസ് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് എന്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്, കോംപ്ലക്സ് ടെൻഷൻസ് ആൻഡ് റപ്ചേഴ്സ് among the nations. റപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കൂടുന്ന ഒരു കാര്യം, അതിനെയാണ് റപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അതായത് കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രോയിഡ് ആയിട്ട് പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. അതായത് എല്ലാ രാജ്യങ്ങളും ഒരു സ്ഥലത്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത്. കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റപ്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടില്ലേ, ഫോർ ദി എഞ്ചിനീയേഴ്സ് ദ ഇഷ്യൂസ് സച്ച് ആസ് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ഫങ്ഷൻസ്, മിലിറ്ററി ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ എത്തിക്സ് ഹാവ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഫോർ ദെയർ വെരി സസ്റ്റനൻസ് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് കാരണം നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വാരിയസ് ഇഷ്യൂസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ്, കമ്പ്യൂട്ടർ എത്തിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ഫങ്ഷൻസ്, എൻവയോൺമെന്റൽ എത്തിക്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിന് കാരണം റിസൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെ ആ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് റിസൾട്ട് ചെയ്ത് വന്ന കാര്യങ്ങളാണ് ഈ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എത്തിക്സ്, എൻവയോൺമെന്റൽ എത്തിക്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഗ്ലോബലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ എന്താണ് നിങ്ങളെ എഞ്ചിനീയേഴ്സിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അല്ലെ, നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ സസ്റ്റനൻസിനും പ്രോഗ്രസിനും, സസ്റ്റനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപജീവന മാർഗം അല്ലെ. സോ നിങ്ങളുടെ പ്രോഗ്രസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ MNCസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ഫങ്ഷൻസും എൻവയോൺമെന്റ് എത്തിക്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ സസ്റ്റനൻസിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്, ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാരണമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. അതായത് ഗ്ലോബലൈസേഷന്റെ റിസൾട്ടന്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്ലോബലൈസേഷന്റെ റിസൾട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ, അതായത് ഗ്ലോബലൈസേഷൻ കാരണം നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഈ വെറൈറ്റി ഓഫ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആ വെറൈറ്റി ഓഫ്
പ്രോബ്ലംസ്, ആ തിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് 5th മൊഡ്യൂൾ നമ്മൾ നോക്കാൻ പോകുന്ന ഐഡിയ കിട്ടിയ നിങ്ങളുടെ എഞ്ചിനീയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓഫ് ഗ്ലോബൽ ഇഷ്യൂസ്, അത് എവിടെ നിന്ന് വന്നെയാണ്, ഗ്ലോബലൈസേഷൻ എന്ന പ്രോസസ്സ് കാരണം വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം 5th മൊഡ്യൂളിലുണ്ട്. ഗ്ലോബലൈസേഷൻ ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വന്നത്. ഓക്കെ ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഈ വിഷ്ണു പ്രകാശ് ഉണ്ടോ ഇവിടെ? വിഷ്ണു സർ പ്രസന്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്നല്ലോടാ നീ വിളിച്ചപ്പോ? നേരത്തെ ഇല്ലേനു, അത് കയറാൻ കഴിഞ്ഞിട്ടില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.